അപ്പോളേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ കഴിയുന്ന കുറച്ച് കിച്ചൺ ഓർഗനൈസിങ് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. എല്ലാം വാങ്ങിയിരിക്കുന്നത് മീഷോയിൽ നിന്നാണ്. നമ്മുടെ കിച്ചൺ ഒന്ന് നീറ്റാക്കി വെക്കാൻ സഹായിക്കുന്ന പ്രോഡക്റ്റ്സ് ആണ് എല്ലാം. അപ്പം നോക്കിയാലോ. ആദ്യം തന്നെ വളരെ ക്യൂട്ടായിട്ടുള്ള ഈ ഗോൾഡൻ സ്പൂൺ സെറ്റ് ആണ്. 8 പീസസ് ഉള്ള ഒരു സെറ്റായിട്ടാണ് വരുന്നത്. സ്പൂണിൻ്റെ ഹാൻഡിലും മുകൾ ഭാഗമൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ഒരു പൂവിൻ്റെ ഡിസൈന്, ഒരു ലവിൻ്റെ ഡിസൈൻ, ഒരു റോസിൻ്റെ ഡിസൈനൊക്കെ ആട്ടോ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഈ ഗോൾഡൻ കളറും കൂടി ആയിട്ട് വരുന്നത് കൊണ്ട് നല്ലൊരു പ്രീമിയം ലുക്കാണ് കാണാൻ. പിന്നെ വളഞ്ഞൊന്നും പോകത്തില്ല. അത്യാവശ്യം നല്ല സ്റ്റേഡി ആയിട്ടുള്ള സാധനം തന്നെയാണ്. ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിന് 133 രൂപയാണ് കേട്ടോ. അടുത്തത് കിച്ചണിലേക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കട്ട്ലറി സ്റ്റാൻഡാണ്. ഇതിൽ 3 സെപ്പറേറ്റഡ് കണ്ടെയ്നേഴ്സ് ആട്ടോ ഉള്ളത്. ഇത് നമുക്ക് ഊരി മാറ്റാൻ പറ്റും. ഞാനിത് കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മുടെ കട്ട്ലറി എല്ലാം ഇതിൽ തന്നെ ഇട്ട് വെക്കാനും പറ്റും. കാണുമ്പോൾ തന്നെ ഒരു നീറ്റ് ലുക്കും തോന്നുവേ. ഞാൻ വാങ്ങിച്ചത് 115 രൂപയ്ക്കാണ്. ഇതിൻ്റെ വേറെ കളേഴ്സും അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഇത് വീട്ടിൽ കുന്തിരിക്കൊക്കെ കത്തിക്കുമ്പോൾ ചാരം താഴെ വീഴാതെ കളക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസൈനാണ്. വുഡൻ ഫിനിഷ് വരുന്നതുകൊണ്ട് ഒരു ട്രഡീഷണൽ ലുക്കും ഉണ്ട് കേട്ടോ. ഇത് ബാത്റൂമിലും കിച്ചണിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് റാക്കാണ്. 2 പീസുള്ള കോംബോ പാക്ക് ആട്ടോ ഞാൻ വാങ്ങിച്ചത്. ഇത് വോളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ദേ ഇതുപോലത്തെ സ്റ്റിക്കർ 4 എണ്ണം കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റുമേ. ഒരെണ്ണം ഞാൻ അടുക്കളയുടെ സിങ്കിൻ്റെ ഭാഗത്തായിട്ടാണ് ഫിക്സ് ചെയ്തത്. ആണി അടിക്കുകയോ ഡ്രില്ല് ചെയ്യുകയോ ഒന്നും ചെയ്യണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് തന്നെ പെട്ടെന്ന് അങ്ങ് വെക്കാൻ പറ്റും. ഒരു കാര്യമേ ഉള്ളൂ, നമ്മളിത് വെക്കുന്നതിന് മുന്നേ ഭിത്തി നന്നായിട്ട് തുടച്ച് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാണ്ട് നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഈ സാധനം അവിടെ ഒട്ടിയിരിക്കത്തില്ലേ. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഫിക്സ് ആയിട്ട് തന്നെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ഡിഷ് വാഷോ സ്ക്രബ്ബറോ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഇട്ട് വെക്കാം കേട്ടോ. ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. അതിനകത്ത് വെള്ളവും നിൽക്കില്ല. ഡ്രെയിൻ ചെയ്ത് താഴോട്ട് പൊക്കോളുവേ. ഒരെണ്ണം ഞാൻ ബാത്റൂമിലാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് സോപ്പ്, ഷാമ്പു, ഫേസ് വാഷ്, വേറെ 1-2 ബോട്ടിൽസും കൂടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. നന്നായിട്ട് തന്നെ അവിടെ ഒട്ടിയിരിപ്പുണ്ട്. വെള്ളം വീഴുന്നുണ്ട്. എന്നിട്ടും കുഴപ്പമൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ വാങ്ങിച്ചപ്പോൾ 172 രൂപയായിരുന്നേ. ഇതിൻ്റെ വേറെ കളർ ചേഞ്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ മോഡൽസും ഉണ്ടായിരുന്നേ. കോർണറിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതില്ലേടാ, ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് ആട്ടോ. മൊത്തം 16 പീസസ് ഉണ്ട് കേട്ടോ. ഏറ്റവും വലുത്, അതിൻ്റെ ചെറുത്, അതിൻ്റെ ചെറുത്, അതിൻ്റെ ചെറുതായിട്ട് അങ്ങനെ. ഇതിനകത്ത് 16 സ്പൂണുകളും കിട്ടും. ഡിസൈൻ വന്നിരിക്കുന്ന ഭാഗത്ത് കുറച്ച് കളറുകൾ പോയിട്ടുണ്ട്. അല്ലാണ്ട് വേറൊരു പ്രശ്നവും ഇതിന് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഞാൻ വാങ്ങിച്ചത് 336 രൂപയ്ക്കാണ്. നല്ല പ്രോഡക്റ്റാണ്. അവസാനത്തേത് എനിക്ക് പേഴ്സണലി വളരെ ക്യൂട്ടായിട്ട് തോന്നിയ ഒരു വുഡൻ കിച്ചൺ റാക്കാണ്. വുഡൻ സൈഡ് ഫ്രെയിമും വൈറ്റ് കളർ ഷെൽഫ്സുമാണ്. ഒരു എസ്തെറ്റിക് ലുക്കാട്ടോ ഈ സാധനത്തിന്. ഇതിൻ്റെ കൂടെ തന്നെ 8 സ്ക്രൂവും കൂടി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് തന്നെ പെട്ടെന്ന് ഇത് ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റുവേ. വുഡൻ സൈഡ് ഫ്രെയിമും വൈറ്റ് കളർ ഷെൽഫ്സുമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു എസ്തെറ്റിക് ലുക്ക് കിട്ടും. ഇത് നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. നല്ല ജാർസ്, ഓയിൽ ബോട്ടിൽ എല്ലാം വെക്കാവേ. കൂടെ ഒരു ചെറിയ പ്ലാന്റ്സും കൂടിയൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ അടിപൊളി ലുക്കായിരിക്കുവേ. ഇതിൻ്റെ റേറ്റ് കേട്ടാൽ ശരിക്കും നിങ്ങൾ ഞെട്ടുവേ. 233 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. വർത്തായിട്ടാട്ടോ എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമാണോ? ആണെങ്കിൽ അതും കൂടി ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടാറ്റാ.